KCLൻ്റെ 3-ാം പതിപ്പിന് തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ടീം, നമുക്കറിയാം സഞ്ജു സാംസണും മറ്റും കളിച്ചിരിക്കുന്ന സാലി സാംസന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീമാണ്. ആ ടീമിൻ്റെ ഓണർ സുഭാഷ് മാനുവലും ഒപ്പം തന്നെ നമുക്ക് മലയാളികൾക്ക് ഏറെ പരിചിതനും ക്രിക്കറ്റ് ആസ്വദിക്കുന്ന എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരവുമായ ബേസിൽ തമ്പിയും നമുക്കൊപ്പം ഉണ്ട്. ഈ KCLനെ കുറിച്ചും ഒപ്പം തന്നെ സ്വന്തം ടീമിനെ കുറിച്ചും ബ്ലൂ ടൈഗേഴ്സിൻ്റെ സാധ്യതകളും ഇത്തവണത്തെ ഒരു സമ്മർദ്ദത്തിലിറങ്ങുന്ന ചാമ്പ്യന്മാരെന്ന ഒരു പട്ടത്തോടുകൂടി സമ്മർദ്ദത്തിലിറങ്ങുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദമായി സംസാരിക്കാൻ വേണ്ടി നമുക്കൊപ്പം ഉണ്ട്. ആദ്യമായി നമുക്കിപ്പോൾ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. ഒരു ചാമ്പ്യൻ ടീം കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് 2-ാം പതിപ്പിൽ ചാമ്പ്യന്മാരായി. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടിയായിരുന്നു ആ ചാമ്പ്യന്മാരാകുന്ന ആ സീസണിലെ പ്രകടനം. അപ്പോൾ ഇത്തവണ ചാമ്പ്യന്മാരെന്നുള്ള ഒരു ലേവലോട് കൂടി ഇറങ്ങുന്നു. അത് രണ്ട് തരത്തിലാണ് ബാധിക്കുക. ഒന്ന് ടീമിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം, പിന്നെ ഒരു സമ്മർദ്ദവും. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ ആരോ ഇൻ്റർവ്യൂ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ വി ബിലീവ്, നമുക്കൊരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ബാക്കി സക്സസ് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പം ഇപ്രാവശ്യം നമ്മൾക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഒരു കളി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നു. അത് കറക്റ്റായിട്ട് എല്ലാവരും കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പറ്റുന്ന പോലെ ചെയ്യുന്നു. അതൊരു മൈൻഡ് സെറ്റ് ഇതാണെങ്കിലും സ്കിൽ സെറ്റ് ട്രെയിനിങ് ആണെങ്കിലും അതിൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. ആൻഡ് ഇഫ് എവറിത്തിങ് വർക്ക്സ് വി വിൽ വിൻ ദ കപ്പ് എഗെയിൻ എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് കപ്പ് അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞ പ്രാവശ്യം സക്സസ്ഫുള്ളായി, ഈ പ്രാവശ്യവും അത് സക്സസ്ഫുൾ ആവും. കാരണം ഒബ്വിയസ്ലി ഇതൊരു ഗെയിമാണല്ലോ. അപ്പം മറ്റ് ടീംസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മളെ കണ്ടു പഠിച്ചിട്ടുണ്ട്, അവരെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇംപ്രവൈസേഷൻ ഒരു ടൂർണമെൻറ്റിൽ നടന്നിട്ടുണ്ട്. പിന്നെ പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ ഇവിടെ ട്രെയിനിങ് കിട്ടിയവർ, അവിടെ ട്രെയിനിങ് കിട്ടിയവർ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കോമ്പിനേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻസിനെ വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ അത് അവിടേക്ക് എത്തിക്കാൻ പറ്റും, അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്തുള്ള ആൾക്കാർ ഒരു ബെറ്റർ പ്രോസസ്സുമായിട്ട് വരുന്നു. അതൊക്കെ ആ ടാക്ടിക്സ്, അതൊരു പ്രോസസ്സ്, ഒരു ഫൺ. മറ്റത് എൻഡ് റിസൾട്ടാണ്. നമ്മുടെ ക്യാപ്റ്റൻ കൂള് പറയുന്ന പോലെ നമ്മൾ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, അതിലാണ് ഫണ്ണിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ണിൽ പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഇല്ല. സ്ട്രെസ് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കളി ജയിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ആവേശമുണ്ട്. പക്ഷേ നമ്മൾക്കൊരു ആ ഒരു പ്രോസസ്സിലൊരു ബിലീഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വർഷവും അതേ പ്രോസസ്സ് ചെയ്താൽ അതേ റിസൾട്ട് എന്നുള്ളതാണ്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. പക്ഷെ അത് എന്താ പറയുക, അതൊരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു ഫിയർലെസ് അല്ല, നമ്മളത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളത് ഓക്കെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണെന്ന രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തിറങ്ങുന്നു. പക്ഷേ ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ലാസ്റ്റ് സീസൺ, അത് സെക്കൻഡ് സീസൺ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇതൊരു പുതിയ സീസണാണ്, പുതിയ ചാപ്റ്ററാണ്. സോ നമ്മൾ എത്രമാത്രം പെട്ടെന്ന് ഒരു ഫാമിലി പോലെ ജെല്ലാവുന്നോ അതിലാണ് കാര്യം. എത്രമാത്രം എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ടീമിൽ നല്ലൊരു നല്ലൊരു മാനേജ്മെൻ്റ് ഉണ്ട്, നല്ലൊരു കോച്ചിങ് സ്റ്റാഫ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ അത്രമാത്രം എൻജോയ് ചെയ്ത് ഓരോരുത്തരിലേക്ക് എത്തിക്കുക. ഇത് ലാസ്റ്റ് ഇയർ ഉണ്ടായ അതേ ആ ഒരു സെറ്റപ്പ് എല്ലാവരെയും പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മളത് എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് കഴിഞ്ഞു, ഇനി ഇത് പുതിയൊരു ചാപ്റ്ററാണ്. കഴിഞ്ഞ തവണ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സഞ്ജു സാംസൺ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് കേരള ക്രിക്കറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഒരു സൂപ്പർ താരമായ സഞ്ജുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അതിനൊരു വേറിട്ട ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലും പുറത്തും എല്ലാം നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത്തവണ സഞ്ജു ടീമിലില്ല. സഞ്ജു ഇല്ലാതെയാണ് ബ്ലൂ ടൈഗേഴ്സ് ഇറങ്ങുന്നത്. ആദ്യ സീസണിലും സഞ്ജു ഇല്ലാതെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു അഭാവത്തിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെ, എങ്ങനെ ടീമിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടീം മാനേജ്മെൻറ്റ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അതായത് സഞ്ജു ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ടീം എടുത്ത് 26,80,000 രൂപ, അതായത് പേഴ്സിൻ്റെ പകുതി കൂടുതൽ പൈസ സഞ്ജുവിന് സ്പെൻഡ് ചെയ്തപ്പോൾ ബാക്കി കുറച്ച് പൈസ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കഷ്ടിച്ച് 15 പ്ലേയേഴ്സിനെ നമ്മൾ ടീമിൽ കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ ഇത് ഓപ്ഷൻ കഴിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പം വേറൊരു ടീമിൻ്റെ ക്യാപ്റ്റൻ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സുഭാഷ് ഏട്ടാ സ്നേഹം കൊണ്ട് പറയുകയാണ്, ടീം ഭയങ്കര മോശമാണ്, സഞ്ജു മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇത് തന്നെ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് 2-3 ഗെയിം കഴിയുന്നവരെ. അപ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു സഞ്ജു ഉള്ളതാണ് ടീമിൻ്റെ വീക്ക്നെസ്, കാരണം സഞ്ജു വന്നതുകൊണ്ട് ബാക്കി ടീം വീക്കായി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് 2 കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞു സഞ്ജുവിൻ്റെ സ്ട്രെങ്ത്, സഞ്ജു 6 കളി കളിച്ചു, ജയിപ്പിച്ചു. ഒബ്വിയസ്ലി സഞ്ജുവിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും പറ്റും. ഞാൻ പറഞ്ഞത്
സഞ്ജുയുടെ പ്രസൻസ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതെ അതിനൊത്തിരി എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആൾക്കാർ രണ്ട് രീതിയിലും പറഞ്ഞു. അതെ ആദ്യം അവർ പറഞ്ഞു സഞ്ജു ഉള്ളതാണ് ടീമിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സഞ്ജു ഉള്ളതാണ് ടീമിന്റെ ജയിച്ചു തുടങ്ങിയപ്പോൾ അവർ സ്ട്രെങ്ത് ആയി. പറയാൻ തുടങ്ങി. അപ്പം തീർച്ചയായിട്ടും സഞ്ജു വന്നതിൻ്റെ ഒരു ഇഫക്റ്റും ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ സലി സാംസൺ സഞ്ജുവിൻ്റെ ബ്രദറാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ടീമിന് കഴിഞ്ഞ വർഷം കിട്ടി. ഈ വർഷവും എന്താണ് ആ എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി നമ്മുടെ മെയിൻ ടീം എന്ന് പറയുന്ന കോർ ടീം അത് തന്നെയാണ്. അപ്പോൾ അവർ സഞ്ജു ഇല്ലാതെയും എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഓൾറെഡി അവർ സഞ്ജു കഴിഞ്ഞ 6 ഗെയിമും പിന്നെ സെമിയും ഫൈനലും കളിച്ച് ജയിപ്പിച്ച് അവർ മാനേജ് ചെയ്ത സീനിയർ പ്ലേയേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. അതിന് പുറമെ ഇപ്പം നമ്മുടെ ബേസിൽ തമ്പിയെ പോലെ IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ നമ്മളോട് വന്നിരിക്കുകയാണ്. അപ്പം സോ എനിക്ക് തോന്നുന്നത് സഞ്ജു ഹാസ് ഓൾറെഡി ടോട്ടസ് ടീമിന് ഓൾറെഡി ആ ഒരു നോളജ് ഷെയറിങ് സഞ്ജു കൊടുത്തു കഴിഞ്ഞു. അപ്പം ഐ തിങ്ക് സോ ബിക്കോസ് വി മാനേജ് വിത്തൗട്ട് സഞ്ജു ഫോർ 8 games last year. I think we can manage another 8 or 10 games this. ഓക്കെ, ബേസിലിനോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ സഞ്ജു ഇല്ല, പക്ഷേ ഈ KCLൽ ഏറ്റവും ശക്തമായൊരു ടീം തന്നെയാണ്. തീർച്ചയായിട്ടും ബേസിലിനെ പോലുള്ളവർ, ഏതൻ ആപ്പിൾ ടോം ഉണ്ട്, അക്ഷയെ പോലുള്ളവർ, അങ്ങനെ പരിചയസമ്പന്നരും യുവത്വവും എല്ലാം നിറഞ്ഞ ഒരു ടീമാണ്. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് ഇത്തവണ ഒത്തു കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സഞ്ജു നേരത്തെ പറഞ്ഞതായിരിക്കാം, സഞ്ജു ഇല്ലാതിരുന്നപ്പോൾ കൂടുതൽ നല്ല പ്ലേയേഴ്സിനെ നമുക്ക് വാങ്ങാനും പറ്റി. ആ രീതിയിൽ ടീം ബാലൻസ്ഡ് ആയ ടീമാണ്. ഇപ്പോൾ ഒരു സ്ട്രോങ് ടീമായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. സോ അവൻ ഡ്രസ്സിംഗ് റൂമിൽ വരുന്നതാണെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ നമ്മുടെ പ്ലേയേഴ്സായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായാലും, സോ അത്രയും ഒരു ലെവൽ കളിച്ച് അല്ലെങ്കിൽ അത്രയും ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾ നമ്മുടെ ഇവിടെ വന്ന്, അല്ലെങ്കിൽ നമ്മൾ KCL പോലുള്ളൊരു ഇതിലാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഇപ്പോൾ ലാസ്റ്റ് കേരളത്തിന് കളിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. സോ അവനായിട്ട് ആ ഒരു സംസാരം വരുമ്പോഴും അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ ഷെയർ ചെയ്യുന്ന സമയത്താണ് അവൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം പ്ലേയേഴ്സിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം സാധിച്ചത്. കാരണം അവൻ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അവൻ ലിഫ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കേരള ടീമിൽ കളിക്കുന്ന സമയത്തായാലും നമുക്കറിയാൻ പറ്റില്ല, വർഷങ്ങളായിട്ട് കളിക്കുന്നതുകൊണ്ട് അവൻ ലിഫ്റ്റ് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവും ടീമിൽ വരുമ്പോൾ. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. സോ അത് ലിഫ്റ്റ് ചെയ്തിട്ട് അത് വിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ കാര്യം. സോ അത് ഈ പറഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് കപ്പടിച്ചൊരു 10 പേര് തന്നെയാണ് ഇപ്പോഴും ആ ടീമിൻ്റെ കോറായിട്ട് നിൽക്കുന്നത്. സോ നമ്മൾ കുറച്ച് പേര് വന്നു എന്നല്ലാതെ ആ കോർ അത് തന്നെയാണ്. സോ അവർക്കറിയാം എങ്ങനെ അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ മാച്ചിന് മുന്നേ ആയാലും അവൻ വന്നു, സംസാരിച്ചു, ആ ടീമിൻ്റെ കൂടെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ആസിഫ് ആണെങ്കിലും IPL ഇത്രയും മാച്ചസ് കളിച്ച ആളാണ്, കേരളത്തിൽ ഇത്രയും കളിക്കുന്നു. സോ അങ്ങനെ മനുചേട്ടൻ, സലി, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഒരു കോറിൽ ഇത് വരുന്നത്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു നല്ല എന്താ പറയുക, ഒരു സ്ട്രോങ് ബാലൻസ് സൈഡാണ് എന്തായാലും. ഇത്തവണ KCLന് തയ്യാറെടുക്കുന്ന കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന് ക്രിസ് ഗെയിലിൻ്റെ ഒരു പിന്തുണ, അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ടീമിൻ്റെ ഒരു ഉടമസ്ഥാവകാശം പോലും അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ക്രിസ് ഗെയിലിനെ പോലുള്ള ആളുടെ അതിൻ്റെ ഒരു ഗ്ലാമറും കൂടെ ടീമിന് കിട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് പുതിയ CEO വന്നിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് വളരെ സീരിയസ് ആയി KCLനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ടീമിനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തവണ ഒരു ടീമിനെ രൂപപ്പെടുത്തുന്നതിനൊപ്പം തന്നെ താങ്കൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ? അതിൽ ഇപ്പം ക്രിസ് ഗെയിൽ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കളീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ലെജൻഡറി പ്ലെയറാണ്. അദ്ദേഹം സഞ്ജുവിൻ്റെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസും അദ്ദേഹത്തിന് ഇഫ് ഹി ടോക്സ് ടു ദ പീപ്പിൾ ഇറ്റ് ഗീവ്സ് എ കോൺഫിഡൻസ്. കാരണം അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റാവും. അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പം ഉള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ നമുക്കൊരു എന്താ പറയുക, കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പം we believe that it's going to be a huge impact. തീർച്ചയായും പ്രത്യേകിച്ചും നമ്മുടെ 2020 ഫോർമാറ്റിൽ. അപ്പം അത് വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സീസണിന് മുമ്പ് വരണം എന്നാണ് പുള്ളി ഡേറ്റ് തന്നിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 19-ാം തീയതി അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരും. ഉസൈൻ ബോൾട്ടിന്റെ ബർത്ത്ഡേ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് കളി പോലും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൊമേഴ്ഷ്യലി മാത്രമല്ലാതെ അദ്ദേഹം കളിയുടെ ഇടയ്ക്ക് വന്ന്, അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-നും 29-നും വരുന്നത്. 28-ന് കളി കാണാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടാവും. അതിന് മുമ്പ് ടീമുമായിട്ട് സംസാരിക്കും. അപ്പം ഐ തിങ്ക് എനിക്കറിയില്ല, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ ഹ്യൂജ് ഇമ്പാക്ട്. തീർച്ചയായിട്ടും ക്രിസ് ഗെയിലുമായിട്ട് നമ്മുടെ ബേസിൽ തമ്പിക്ക് വളരെ ഒരു കളിക്കളത്തിലെ ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, നമ്മളെ എതിരാളി
ഒത്ത എതിരാളിയായിട്ട് അദ്ദേഹത്തെ 2 തവണ ഔട്ടാക്കാൻ പറ്റിയിരുന്നു. ആ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ് ഗെയിലിനെ പോലെ T20യിൽ ഏറ്റവും ഉന്നതനായ ഒരു താരത്തിൻ്റെ വിക്കറ്റ് നേടുന്നു, അതും താങ്കളുടെ ആദ്യത്തെ വിക്കറ്റ്. എങ്ങനെയായിരുന്നു അനുഭവം? ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഈ T20 240 250 റേഞ്ച് കാണുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം പ്ലേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോളറിനെ എത്രമാത്രം ബാറ്റ്സ്മാൻമാർ അഗ്രസീവ് ആണെന്ന്. പക്ഷേ ഇതൊന്നും അല്ലാത്ത സമയത്ത് വെരി ഫസ്റ്റ് ബോൾ അഗ്രസീവ് നമ്മൾ എന്താണെന്ന് പഠിപ്പിച്ച ഒരാളാണ് ക്രിസ് ഗെയിൽ. സോ T20 എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റിന് ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കുകയാണെങ്കിൽ ക്രിസ് ഗെയിൽ ആയിരിക്കും. കാരണം ബോൾ ഫസ്റ്റ് തൊട്ട് അത്രമാത്രം ബോളേഴ്സിനെ പ്രഷർ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്ന് ചേട്ടൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരു കാര്യമാണ്. കാരണം എൻ്റെ IPL ഫസ്റ്റ് വിക്കറ്റാണ്. പുള്ളി RCB കളിക്കുന്നത്, ഞാൻ ഗുജറാത്ത് കളിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞും ഞാൻ ഹൈദരാബാദ് കളിക്കുന്ന സമയത്ത് പുള്ളി കിങ്സിലോൺ കളിക്കുന്ന സമയത്ത് എനിക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റി. സോ ഇതെല്ലാം വലിയൊരു എന്താ പറയുക വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. പിന്നെ അത് അത്രയും വലിയൊരു ആളുടെ കൂടെ എന്താ പറയുക കളിക്കാൻ സാധിച്ചാലും ഇപ്പോൾ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ കൂടെ കുറേ മീറ്റിങ്സ് ഇരിക്കാൻ സാധിച്ചതും പുള്ളിനെ ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പഠിക്കാൻ സാധിച്ചതും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ ഫ്രണ്ട്സ് പോലെ ഇരിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ബാലൻസ്ഡ് ആയ ഒരു ടീമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ കാലത്ത് 2020 വളരെയധികം മാറി. നമ്മൾ ലാസ്റ്റ് 2020 IPL നമ്മൾ കണ്ടതാണ്. കളിയുടെ സ്വഭാവമേ മാറി. 200 റൺ എടുത്താലും ടീമുകൾ ജയിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 200 എടുത്താലും ജയം ഉറപ്പില്ല. ഒരു 250 ഒക്കെയാണ് ഇപ്പോൾ ഗ്യാരണ്ടിയുള്ള സ്കോർ എന്നുള്ള നിലയിലേക്ക് പോലും മാറി. അപ്പം അത്രത്തോളം കളി മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ KCLൽ ആ മാറ്റം എങ്ങനെയാണ് പ്രതിഫലിക്കുക? അതേ തരത്തിൽ പ്രതിഫലിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമായിരിക്കുമോ? എങ്ങനെയാണ് KCLലും ഈ മാറ്റം ഉണ്ടാകുമോ? ഉറപ്പായിട്ടും ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം അത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടി എന്ത് കളിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് പാരൻസ് അവനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 1 ഡേ മൂഡ് അല്ലെങ്കിൽ 2020 മൂഡിലേക്കാണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. സോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ലീവ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ നേരം ഡിഫൻസ് പ്രാക്ടീസ് ചെയ്യിക്കുന്നു, ലീവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. പക്ഷെ ഇപ്പോൾ നേരെ നേരെ ഡ്രൈവ്സ് അതേപോലെ തന്നെ എങ്ങനെ ലോഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊരു എന്താ പറയുക നമ്മളൊരു ഇമ്പാക്റ്റ് ഒരു ചേഞ്ചാണ് അത്. കാരണം പണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പണ്ട് എത്ര പേർക്ക് ഇപ്പോൾ ടെസ്റ്റ് ഇഷ്ടമാണെന്ന് കാണാനും അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മാച്ച് നടക്കുന്നു അല്ലെങ്കിൽ ഒരു T20 നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും T20യുടെ പുറകെ ആയിരിക്കും. സോ അതിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതുപോലെ പ്ലേയേഴ്സിൻ്റെ ഒരു അഗ്രസീവ് നമ്മൾ പണ്ട് എത്രമാത്രം നല്ല ബോള് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. എങ്ങനെ നല്ല ബോൾ എങ്ങനെ ബൗണ്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ബോളേഴ്സ് എന്ന രീതിയിൽ നമുക്ക് വരുന്നൊരു ടഫ് ഒരു പ്രഷർ സിറ്റുവേഷനും. പക്ഷെ അത് എൻജോയ് ചെയ്യാണ്, നമ്മളത് എൻജോയ് ചെയ്യുക. കാരണം ക്രിക്കറ്റ് മാറി. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ 200 ഒക്കെ അടിച്ചാൽ തന്നെ ഒന്നുമില്ല. പണ്ടൊക്കെ 180 175 180 അടിച്ച് ആ ടീം ജയിക്കുമോ, 90% ആ ടീം ജയിക്കും. സോ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ 240 അടിച്ചാലും ചിലപ്പോൾ 18 ഓവർ കളി തീരും. സോ അങ്ങനത്തെ മാച്ച് ഉണ്ടായി പിന്നെ. സോ അത് അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കണ്ട് ഇപ്പോൾ KCL കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ കൊല്ലം എനിക്ക് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് എല്ലാ ബാറ്റ്സ്മാൻമാരും പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു കോച്ചസ് ആണെങ്കിലും ഭയങ്കര ഫ്രീഡം കൊടുക്കുവാണ്, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കും. പണ്ട് അങ്ങനെയല്ല, നമ്മൾ ഓക്കെ നീ ഇന്ന് അടിച്ച അടുത്ത മാച്ച് കളി ഉണ്ടാവില്ല, ഫസ്റ്റ് ബോൾ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാച്ച് ഇപ്പോൾ ഫസ്റ്റ് മാച്ച് ട്രൈ ചെയ്തു നമുക്കത് സക്സസ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് മാച്ച് ടീം ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കോച്ചിങ് രീതിയും ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ ട്രൈ ചെയ്തു ഓക്കെ വിൽ ഗെറ്റ് 1 more chance. സോ അങ്ങനത്തെ ഒരു ബാക്കപ്പും കോച്ചസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ആ ഒരു മൈൻഡ് സെറ്റ് ഫുള്ള് മാറി. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ക്രിക്കറ്റിൽ ഈ IPLുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കാം. ക്രിക്കറ്റിൽ കണ്ടുവരുന്ന മാറ്റം ഇന്ത്യയിൽ പേസ് ബൗളിംഗ് ഏറെക്കുറെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. ഒരു കാലത്ത് പൂർണ്ണമായിട്ടും സ്പിന്നിനെ ആശ്രയിച്ചിരുന്നു, എന്നാൽ ഇന്ന് പേസ് ബൗളിംഗ് ശക്തമായിട്ട് തിരിച്ചു വരുന്നു. ഇന്ത്യയുടെ റിമോട്ടായ മേഖലകളിൽ നിന്ന് നല്ല പേസ് ബൗളേഴ്സ് വരുന്നു. ഇത്ര ഒരു സാഹചര്യമുണ്ട്, ഈ മാറ്റമുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം ചോദിക്കാം. കേരള ക്രിക്കറ്റിന് അന്താരാഷ്ട്ര തലത്തിൽ മേലുല്ലാസം ഉണ്ടാക്കി കൊടുത്തത് നമുക്കറിയാം അബി കുരുളയും ടിനു യോഹന്നാനെയും ശ്രീശാന്തിനെയും പോലുള്ളവരാണ്. പിന്നീട് അതിൻ്റെ ഇങ്ങേയറ്റത്താണ് നമ്മൾ സഞ്ജു. പക്ഷേ ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റു 3 പേരും പേസ് ബൗളേഴ്സായിരുന്നു, സഞ്ജു ഒരു ബാറ്റ്സ്മാനാണ്. ഈ പേസ് ബൗളിംഗ് രംഗത്ത് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നേടി വരുന്നതെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു പേസ് ബൗളിങ്ങിനെയും ഒപ്പം തന്നെ ഞാൻ ചോദിച്ച പോലെ പേസ് ബൗളിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ കൂടി വരുന്നുണ്ടോ, അതിന് കൂടുതൽ സ്ഥാനം കിട്ടുന്നുണ്ടോ, എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്നോട് വെച്ച് ഞാൻ പറയും പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യ കളിക്കാം അല്ലെങ്കിൽ ഹയർ ലെവലിൽ കളിക്കാൻ പറ്റുന്നത് ഫാസ്റ്റ് ബോളിംഗ് കൂടെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇഞ്ചുറീസ് വരിക. സോ ആ ഒരു സർക്കിൾ എപ്പോഴും ഉണ്ടാവും, ആ ഒരു സൈക്കിൾ ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ടീമിൽ തന്നെ കാണുന്നത് ഒരുപാട് ഇഞ്ചുറീസ് വരുമ്പോൾ ഈ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഇടയിൽ ഇഞ്ചുറീസ് കൂടുതൽ വരിക. സോ അപ്പോഴാണ് ഈ സൈക്കിൾ വരുന്നത്. ഈവൻ ബുംറയ്ക്ക് പോലും ഇപ്പോൾ റെസ്റ്റ്. അതാണ് ഒരു ബാറ്റിംഗ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ആ ഒരു ഇഞ്ചുറി
കൺസേൺ ഭയങ്കര കുറവായിരിക്കും. സോ ഒരു ബോളർ ഫാസ്റ്റ് ബോളർ സംബന്ധിച്ച് ആ ഇഞ്ചുറി കൺസേൺ ഭയങ്കര ഹൈ ആണ്. സോ നമ്മളെപ്പോഴും എന്താ പറയുന്ന ഒരു സൈക്കിൾ ഉണ്ട് ഇതിന്. നമ്മളെപ്പോഴും ഒരു ഇഞ്ചുറി വരുന്നു, അടുത്ത ആൾ വരുന്നു, ആ ഇഞ്ചുറി വരുന്നു, അടുത്ത ആൾ വരുന്നു. അപ്പോൾ അടുത്ത റീഹാബ് ചെയ്ത ആൾ ബെറ്റർ ആവുന്നു, അവൻ വരുന്നു. അപ്പോൾ അടുത്ത് പെട്ടെന്ന് 2 ഇഞ്ചുറി വരുമ്പോൾ നല്ല രഞ്ജി ട്രോഫി ചെയ്ത് 2 പേരുണ്ടാവും, അല്ലെ IPL ചെയ്ത ആൾക്കാരുണ്ടാവും. സോ അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു ഫാസ്റ്റ് ബോളേഴ്സ് ബെഞ്ച് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരാൾക്കാരാണ് ഫാസ്റ്റ് ബോളേഴ്സ്. സോ എന്താ പറയുക, ഇത് ഭയങ്കര എളുപ്പമല്ല. കാരണം നമ്മൾ ഈ സസ്റ്റെയിൻ ചെയ്തൊരു 10 കൊല്ലം 12 കൊല്ലം കളിക്കാന്ന് പറഞ്ഞത്. സോ അതിലാണ് ഞാൻ സഞ്ജുവിനേക്ക് ഇത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം മാക്സിമം ഈ ഇഞ്ചുറി കൺസേൺ ഭയങ്കര കുറവാണ്. പക്ഷെ എന്നിട്ടും ആ ഒരു ഇന്ത്യൻ ടീമിൽ അവൻ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഫാസ്റ്റ് ബോളിംഗ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം തന്നെ നമുക്കുണ്ട്, നമ്മൾ പണ്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സന്ദീപ്, പുലി, പ്രശാന്ത് പരമേശ്വരനും, PC ബായും, ടിനി യോഹന്നാൻ, ശ്രീഷായ്, ഇങ്ങനൊരു ഇത് വരുമ്പോൾ അടുത്ത ഒരു ഇതായിട്ട് ബേസിൽ ഞാൻ വരുന്നു. അതേപോലെ ആസിഫ്, സന്ദീപ്, അതുപോലെ മനു കൃഷ്ണൻ, നിയാസ്, ഫാൻ, ഒരുപാട് പേരുണ്ട്. ഇപ്പം നമുക്ക് അടുത്തൊരു പേര് വരുന്നതാണ് ഏതൻ ആപ്പിൾ ടോം. അത് നമ്മുടെ അടുത്ത ഫാസ്റ്റ് ബോളറാണ്. സോ അതൊരു റൈസിങ് സ്റ്റാർ ആണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ എപ്പോഴും കേരളത്തിൻ്റെ ഫാസ്റ്റ് ബോളിംഗ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. സോ അത് എന്താ പറയുക, നല്ല സന്തോഷമാണ്. ആ സെയിം ഫാസ്റ്റ് ബോളിംഗ് ബെഞ്ചാണ് ഇന്ത്യ തവണ നമുക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലും കാണാൻ സാധിക്കുന്നത്. ഞാനുണ്ട്, ആസിഫ്, ഏതൻ ആപ്പിൾ ടോം, മനു കൃഷ്ണൻ. സോ അങ്ങനത്തെ ഒരു ബെഞ്ച് ഓഫ് ഫാസ്റ്റ് ബോളേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോഴും കേരളത്തിന് റെപ്രസെന്റ് ചെയ്യാൻ കഴിവുള്ള കുറച്ച് ആൾക്കാർ. കേരള ക്രിക്കറ്റ് ലീഗ് പോലുള്ള ഒരു മത്സരത്തിൽ ഒരു ടീമുമായി താങ്കൾ രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ ടീമിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ KCLൻ്റെ അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷകളുണ്ടാവുമല്ലോ. നമ്മൾ ഏത് തരത്തിലാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ പലതരത്തിലും പറയും. ഇപ്പോൾ ക്രിക്കറ്റിനോടുള്ള സ്നേഹം കൊണ്ട് വരുന്നവരുണ്ട്, അല്ലാതെ ഒരു ബിസിനസ് എന്നതിലേക്ക് പോലും സ്പോർട്സ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 2 തരത്തിലും. അപ്പോൾ താങ്കൾ ഈ രംഗത്തേക്ക് വരാൻ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ടീമിന് വേണ്ടി, KCLന് വേണ്ടി ഒരു ടീമിന് വേണ്ടി വരുന്നു? ഒപ്പം തന്നെ KCLൻ്റെ ഒരു ഭാവി ഒരു ടീം ഓണർ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് തിങ്, ഞാൻ ഇതിലേക്ക് വരാൻ കാരണം, ഇത് ഫ്രാഞ്ചൈസി ഓൺ ചെയ്യാനും കാരണം ബേസിൽ തമ്പിയാണ്. ഞങ്ങൾ UK ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നപ്പം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആണ് നമ്മളിതിൽ സുഹൃത്തുക്കൾക്കിടയിലുണ്ടായ ഒരു ടീമാണ്. ഒരു കാഷ്വൽ ടോക്കായിരുന്നു. നമ്മള് ആഴ്ചയിൽ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ അങ്ങോട്ട് ഇപ്പൊ ചേട്ടൻ UK ഞാൻ നാട്ടിലാണെങ്കിലും ആഴ്ചയിൽ ഞങ്ങളൊരു കോൾ ഉണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടാവും. സോ ആ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞതാണ്, ചേട്ടാ ഇങ്ങനെ ഒരു KCL എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്, കേരള ക്രിക്കറ്റ് ലീഗാണ്, ഒരു മിനി IPL ആണ്. അപ്പൊ എന്നോട് ചോദിച്ചു അത് എന്താണ് പരിപാടി? ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ, മിനി IPL ആണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സിനെ നമ്മള് കേരള പ്ലേയേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതേപോലെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധനമാണ്. എന്ത് തോന്നുന്നു എന്നോട് ചോദിച്ചപ്പോൾ അടിപൊളിയാണ്. എന്നാൽ നമുക്ക് അടുത്തൊരു ഡയലോഗാണ്, എന്നാൽ നമുക്ക് അവനെ എടുത്തേക്കാം. എന്താ എവിടെയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞോ, അടുത്തെടുത്തേക്കാം. എടുത്തേക്കാന്നോ, നമുക്ക് അവരെടുത്തേക്കാം. അങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തപ്പോൾ പിന്നെ ജയേഷേട്ടൻ ആയിട്ട് കണക്ട് ചെയ്തു സംസാരിക്കും. ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഇങ്ങനെ ഒരു KCL എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇത് പ്രാക്ടിക്കലാക്കിയത് ആ ഒരു മനുഷ്യന്റെ ഡിപ്ലോമസിയും, ആ ഒരു മനുഷ്യൻ ഇത്രയും ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അദ്ദേഹത്തിന്റെ സ്കില്ലും മാത്രമാണ്. കാരണം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതുവരെ കേൾക്കുകയും ചെയ്യുന്ന എന്നെ വളരെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യനെ പോലെ ഇടപെട്ടി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന് അവിടെ എത്തിച്ച് അതിനുശേഷവും നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയാണ് KCL ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് എത്തുന്നത്. അപ്പം അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ബേസിൽ ആൻഡ് ജയശങ്കർ. പിന്നെ ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കൊമേഴ്ഷ്യൽ ആംഗിളിൽ നമ്മളെല്ലാവരും ചിന്തിക്കുമ്പം ഓക്കെ BCCI KCA എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കൊമേഴ്ഷ്യലി വയബിൾ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ അത് ആക്ച്വലി വയബിൾ അല്ല. ഞാനത് കേരളം പോലെ ഒരു മാർക്കറ്റ് ഇപ്പോഴാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള ഏറ്റവും നല്ല സ്പോർട്സ് ക്ലബ്ബ് ഏതായിരിക്കും? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 10-15 അക്കാഡമീസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ട് ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷം 6 കോടി 7 കോടി രൂപ ഫ്രാഞ്ചൈസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ കേരളത്തിൽ ഒരു ചെറിയൊരു ഒരു മാർക്കറ്റിലൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിസിനസ്സുകാർ ഇവർ സ്പോർട്സിൽ സ്പെൻഡ് ചെയ്തല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റ് വലിയ സംസ്ഥാനങ്ങൾ പോലെ വലിയ ബഡ്ജറ്റുള്ള ബ്രാൻഡ്സ് കുറവാണ്.
അപ്പോൾ നമുക്ക് നാഷണൽ ബ്രാൻഡ്സ് വന്ന് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്പോർട്സിന് സ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കുറവുണ്ട് അതിൽ. അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ എടുത്താൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ വലിയ ബ്രാൻഡ്സ് കൂടെ ഉണ്ട്. അതുപോലെ ഇതുപോലെ ഒത്തിരി സ്ഥലം ഉപയോഗിക്കുന്ന എയർപോർട്ടുകൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഒത്തിരി പേരുടെ കളിസ്ഥലം അവിടെ പോയിട്ടുണ്ട് അല്ലേ. യു കെയിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രൊജക്ട് വരുമ്പോൾ, ഒരു ഹൗസിംഗ് പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്ട് വരുമ്പോൾ, നിങ്ങൾ ഇത്ര മിനിമം ഗ്രാസ് റൂട്ട് ലെവലിൽ ആ കമ്മ്യൂണിറ്റി സ്പോർട്സിന് സ്പെൻഡ് ചെയ്യണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു പോളിസി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നൊരു സോഷ്യൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സോഷ്യൽ ആംഗിളിൽ നിന്നാണ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ്, ഒരു ബിഗ് ബ്രാൻഡ്സ് പറയാണ് ഞങ്ങൾ സ്പോർട്സിൽ സ്പെൻഡ് ചെയ്യുന്നില്ല കാരണം ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈമാണെന്ന്. കാരണം എന്താ വെച്ചാൽ അവരുടെ കൺസ്യൂമേഴ്സിന്റെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ മക്കളുണ്ടാവും. ആരെങ്കിലും ഒരു പ്ലേ ഏരിയയിലായിരിക്കും നമ്മുടെ ഈ ബിസിനസ് റൺ ചെയ്ത്. അപ്പോൾ യു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ഒബ്വിയസ്ലി ഒരു കോർപ്പറേറ്റ് ആണ്, അവർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, ദർസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷെ ഇതൊരു ഗ്രാസ് റൂട്ട് ലെവൽ പോളിസി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വരണം. ഇപ്പോൾ സിയാൽ എന്ന് പറയുന്നത് ഇത്രയും സ്ഥലത്തിരിക്കുന്ന ഒരു എയർപോർട്ട്, എത്രയോ കളിസ്ഥലങ്ങളുണ്ട്, 500 കോടി ലാഭമുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ സ്പോർട്സ് സ്പെൻഡിങ് നോക്കിയാൽ വളരെ കുറവായിരുന്നു. അവർ സ്പെൻഡ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ടല്ല, അവർക്ക് അവയർനെസ് ഇല്ല. ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഭാഗത്ത്, ഗവൺമെന്റ് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും ഒരിക്കലും ഇവിടെ ഈ ഒരു നഷ്ടത്തിൽ ഓടാൻ പാടില്ല. അതങ്ങനെ 15 അക്കാഡമികൾ കൂട്ടിപ്പോയി, ഇനി ഇത് ആര് ഫണ്ട് ചെയ്യും? അപ്പം ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ പിള്ളേർ അല്ലെങ്കിൽ ഇവിടുത്തെ പാരൻസ്, നിങ്ങൾ പോയിട്ട് ഒരു ബ്രാൻഡിൽ ചെറിയ കച്ചവടക്കാരെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യുന്നത്. ആ സമയത്ത് ബിഗ് ബ്രാൻഡ്സ്, നാഷണൽ ബ്രാൻഡ്സ് ആണെങ്കിൽ, കേരളത്തിലുള്ള ബ്രാൻഡ്സ് ആണെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ, കടയിൽ പോയിട്ടൊരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഇനി തൊട്ട് ചിന്തിക്കണം. പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് പപ്പയുടെ മമ്മയോട് ചോദിക്കണം, അതായത് ഈ ബ്രാൻഡ് എത്രത്തോളം ഇവിടുത്തെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവർ മാറി ചിന്തിക്കും. സോ അങ്ങനെ നമുക്ക് ഇതൊരു കൾച്ചർ ഇതാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ യു കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്, ഒരു ബിസിനസ് വരുമോ അല്ലെങ്കിൽ ഇത് വരുവാണെങ്കിൽ മിനിമം ഇത്ര അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൺസ്യൂമേഴ്സ് കുറച്ച് അവെയർ ആയി കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇത് അവെയർ ആയി കഴിഞ്ഞാൽ, ഇവരുടെ കോർപ്പറേറ്റ് വിൽ തിങ്ക് ഐ നീഡ് ടു സ്പെൻഡ് സം മണി. ഇവർ ഓൾറെഡി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, 50 കോടി 100 ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ സ്പെൻഡ് ചെയ്യുന്നത് പല ആംഗിളിലാണ്. ഇവർ സ്പോർട്സിലേക്കും കൂടെ ഒരു പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യാൻ നമ്മളായിട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ അതാണ് ഈ ഇതെടുത്ത് ഇന്ന് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ്സ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ വന്നാൽ ഇപ്പം ഇങ്ങനെ ലോക്കൽ ക്ലബ്സ്, ഇങ്ങനെയുള്ള ക്ലബ്സ് വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ സാറോട് സംസാരിച്ചപ്പോൾ പറയാം, ഇപ്പോൾ സഞ്ജു സാംസണിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാദറിൻ്റെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ വരെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഒരു സഞ്ജു സാംസനെ നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം എടുത്തോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം എടുത്തു, ഇവരുടെ എത്ര പാരൻസ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ ഒരു പ്ലെയർ വരുന്നത്. ഈ ഗ്രാസ് റൂട്ട് ഫണ്ടിങ് ഉള്ളതുകൊണ്ട് അവിടുത്തെ സ്പോർട്സ് ക്ലബ്ബുകൾ ഈ പിള്ളേരെ വിളിച്ചിട്ട്, കാരണം അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത് ഇത്ര പിള്ളേർ വേണം അല്ലെങ്കിൽ ഇത്ര ടീം വേണം എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത്. അതുപോലെയുള്ള ഗ്രാസ് റൂട്ട് ക്ലബ്ബുകൾ വന്നു കഴിയുമ്പം ഇവിടെ IPL ടീം വരും. ഇതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ബട്ട് ഐ തിങ്ക് വി ആർ ചേഞ്ചിങ്. ഈ ഒരു കൾച്ചറും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി അമേസിങ്. സഞ്ജുവിനേക്കാളും വലിയ പ്ലേയേഴ്സും ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടി നമുക്ക് അവസാനമായിട്ട്. ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗും ഒപ്പം തന്നെ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സും കേരള ക്രിക്കറ്റിൻ്റെ ഭാവിക്ക് വേണ്ടി എന്താണ് സമ്മാനിക്കുന്നത്? ഇപ്പം അത് നമ്മൾ KCAനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള, ഒത്തിരി ചലഞ്ചസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൻ്റെതായ പൊളിറ്റിക്സും കാര്യങ്ങളും അവിടുത്തേതായ ചലഞ്ചസും എല്ലാം ഉണ്ടാവും. അത് ഒക്കെ നിൽക്കുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ BCCIക്ക് ഫണ്ട് വന്നു തുടങ്ങിയത് IPL പോലെ ഒരു സക്സസ്ഫുൾ വന്നപ്പോഴാണ്. തീർച്ചയായും. അപ്പോൾ അവിടുന്ന് ഫണ്ട് വരുന്നുണ്ട്. ആ ഫണ്ട് ഇവരിവിടെ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ പറ്റുന്ന പോലെ അവരുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ KCL വന്നപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യൂസ്. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു കണ്ടു പഠിച്ചപ്പോൾ എൻ്റെ ഒരു വ്യൂ വന്നു. അതുപോലെ പ്രിയദർശൻ സാറ് ട്രിവാൻഡ്രം ടീം എടുത്തു, അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂവിൽ ഒരു ഇൻപുട്ട് വരും, കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വരുവാണ്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫ്രാഞ്ചൈസികൾ വരുമ്പോൾ, അപ്പോൾ നമുക്കൊരു IPL എല്ലാ ഫ്രാഞ്ചൈസികളും വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ആംഗിൾ വരും, ഒരു ഡിഫറെൻറ്റ് എനർജി വരും. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു കൾച്ചർ കൂടെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിലും അല്ലാതെയും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പം സ്പോൺസർഷിപ്പും ഫണ്ട്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ വി വിൽ സ്പെൻഡ് ഇറ്റ് ബാക്ക്. അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇത് ഇത്രയും കളി ലൈവായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വേറെ, ഐ മീൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ പിള്ളേർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി. അതെ, ഇപ്പോൾ സഞ്ജു തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ KCL കളി ക്വാളിറ്റിയും കണ്ടിട്ട് എല്ലാവരും ഇന്ത്യൻ ടീമിൽ വരെ ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർ പേരെടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ യു ക്യാൻ സീ വാട്ട് ദി ഇമ്പാക്ട് ഇറ്റ് ഈസ് മേക്കിംഗ്. ഇപ്പോൾ സുഭാഷ് പറഞ്ഞു നമ്മുടെ UK യിലും മറ്റുള്ള ഒരു കൾച്ചറും നമ്മുടെ ഒരു സ്പോർട്സ് കൾച്ചറും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അവയർനെസ്സിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പരിചയത്തിൽ നിന്നും ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു ക്ലബിനെ നിങ്ങൾ വാങ്ങിയിരിക്കുന്നു, ആ എങ്ങനെയാണ് കേരളത്തിൽ എന്ത് മാറ്റമാണ്, ഏത് തരത്തിലാണ് ആ മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്നാണ് സുഭാഷിന് തോന്നുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സ്പെൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് അപ്രൂവ് ചെയ്യുമ്പോൾ മിനിമം ഇത്ര സ്പോർട്സിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരിത്. ഇനി അതൊക്കെ ടൈം എടുത്ത് വരുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിൽ നമ്മൾ പോയി സാധനം മേടിക്കുമ്പോൾ ഒരു ലാർജ് ബ്രാൻഡിൽ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മുടെ പിള്ളേരാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഇവർ സ്പോർട്സിന് എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്പോർട്സിൽ ഇവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണോ എന്ന് നമ്മൾ തുടങ്ങുന്നതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസ്സുകാരും ചിന്തിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞൊരു കാര്യം, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും ഒരു ബ്രാൻഡിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മീഡിയയും അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഇവരും ഈ ഒരു കൾച്ചർ നമ്മുടെ കൺസ്യൂമേഴ്സിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നമ്മുടെ ഈ സ്പോർട്സിനും ഈ കമ്മ്യൂണിറ്റിക്ക് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കേരളത്തിൻ്റെ ക്രിക്കറ്റ് ആവേശമായ കേരള ക്രിക്കറ്റ് സൂപ്പർ ലീഗ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 20-ന് തുടങ്ങിയാണ്. ആ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുകയാണ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഉടമയായ സുഭാഷും ഒപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബേസിൽ തമ്പിയും. ഇത്രയും സമയം ദേശാഭിമാനി ഓൺലൈന് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി.